നമ്മൾ സംസാരിക്കുമായിരുന്നു. ഓക്കെ, അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ സംസാരിച്ച് കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവളെ പ്രപ്പോസ് ചെയ്ത്. ഓക്കെ, അതായത് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനിക്കിപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല. അത് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. ഞാൻ നാളെ എനിക്ക് ഇതാ എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്നിട്ട് ഒരാളെ കൊണ്ടുവന്ന് അവളായിട്ട് പ്രേമിച്ച് നടക്കാൻ എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അവളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം ചോദിച്ചു, ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, അതായത് പാരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റ്, ഇനി പ്രേമിച്ച് നടക്കൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിച്ച് കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു അവളോട്. സംഭവം എന്ന് വെച്ചാൽ ഓള് ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതൊരിക്കലും നടക്കില്ല. ഓളെ അച്ഛനും അമ്മേനെയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഓള് പറഞ്ഞു. അവർ കഴിഞ്ഞിട്ട് ഓക്കെ എന്തോ ഉള്ളൂ, അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ. അതെന്തായാലും ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇട്ടില്ല. ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി, കുറച്ച് ഡിപ്രഷനായി. ഓക്കെ, കുറച്ച് ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി തൊപ്പിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഞങ്ങൾക്ക് എന്തുവാണ് സംഭവം എന്നുള്ള കാര്യം തൊപ്പി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാധാ രീതിയിൽ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു, അത് ചെന്ന് തുറന്ന് പറയുന്നത് നോർമലി തന്നെയാണ്. അതെന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമാണെന്ന് പറയാം. എന്തായിരുന്നാലും ഇപ്പോൾ തൊപ്പിയുടെ കേസിലുണ്ടെങ്കിൽ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു ചെന്ന് കാര്യം പറഞ്ഞു, ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ കാര്യമൊന്നും ചെയ്യിക്കാതെ ഇത് കണക്ക് തനിക്കുണ്ടായ വിഷമം ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് മാറിയിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതേ സ്ഥാനത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കണക്ക് ആരെങ്കിലും അടുത്ത് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുക, അല്ലെങ്കിൽ ഇത് കണക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അവർ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഉടനെ വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതിനെക്കാട്ടിയും ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഈ കുട്ടിയെ കിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള വേറൊരു കുട്ടിയെ കിട്ടുന്നതായിരിക്കും. അതിന് പകരം ഇത് കണക്ക് ഡിപ്രസ് ആയിരിക്കുന്നതിന് പകരം ഇത് കണക്ക് പിന്നെയും തിരിച്ചു വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മാറാൻ സാധിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും ശരി, ഇനി നല്ലോണം തന്നെ മുന്നോട്ട് പോട്ടെ. ഇതേ കാര്യങ്ങളിലെല്ലാം എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മറക്കാൻ സാധിക്കുന്നതായിരിക്കും.